കുടുംബം എന്താണോ ഇതുവരെ പറഞ്ഞിരുന്നത് അത് ശരിയും സത്യവുമായിരുന്നു. ചിലപ്പോൾ അവർക്ക് സംസാര ഭാഷയോ മാധ്യമ ഭാഷയോ ഒന്നും അവർക്ക് കൈവശമില്ലായിരിക്കാം. അവരുടെ സാധാരണപ്പെട്ട ലാംഗ്വേജിൽ അവർ എന്താണോ വീട്ടിലൊക്കെ നമ്മൾ സംസാരിക്കുന്നത് അതേ സംസാര ഭാഷയിലാണ് അവർ സംസാരിച്ചത്. ചിലപ്പോൾ ചുറ്റുമുള്ളവരെ കുറിച്ചും ഒക്കെ തന്നെ അവർ ഉന്നയിച്ചത് അതുപോലത്തെയുള്ള വാക്കുകളായിരിക്കാം. പക്ഷേ അതിൽ ഒരു 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 നാട്ടിൻ പുറത്തുകാരൻ്റെ ഒരു നിഷ്കളങ്കത രണ്ട് സഹോദരങ്ങൾക്കും ഉണ്ടായിരുന്നു. ആ നാട്ടിൻ പുറത്തുകാരൻ്റെ നിഷ്കളങ്കത തീർച്ചയായിട്ടും ആദ്യം മുതലേ തീർച്ചയായിട്ടും ഈ ഒരു വിഷയത്തിലുണ്ടായിരുന്നു. പക്ഷേ അത് നമുക്ക് പലരും ഒരു 90% അത് വിശ്വസിച്ചില്ല എന്നുള്ള വലിയൊരു വേദനയുണ്ട്, ദുഃഖമുണ്ട്. പക്ഷേ ഇത് ഇന്നിപ്പോൾ എല്ലാം ഒരു അഗ്നിശുദ്ധി വരുത്തി തിരിച്ചു വരുന്നത് പോലെ ഇപ്പോൾ മകൻ വന്നിരിക്കുകയാണ്. വീട്ടിലുള്ള അമ്മയും മറ്റൊരു മകനും ഒക്കെ തന്നെ ഒരു അഗ്നിശുദ്ധി വരുത്തി തിരിച്ചു വന്നിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഒരു സ്വാഭാവിക നടപടിക്രമമായിട്ട് രാസപരിശോധന ഫലം അയച്ചിരിക്കുകയാണ്. അതിലും തീർച്ചയായിട്ടും കുറച്ചുകൂടെ വ്യക്തത വരും. അഗ്നിശുദ്ധി വരുത്തി തന്നെ ഈ നാട്ടിൽ ഈ കുടുംബവും ഗോപൻ സ്വാമികളും ഇനി മുന്നോട്ട് പോകും. ഇന്ന് രാവിലെ സബ് കളക്ടറും സംസാരിച്ചു. കഴിഞ്ഞ പ്രാവശ്യം വലിയ പ്രതിഷേധമൊക്കെ നടത്തി. പക്ഷേ ഇന്ന് പൂർണ്ണമായും കുടുംബം സഹകരിച്ചു. രാവിലെ എടുക്കാൻ കാര്യം എന്താ? അത് ചന്ദ്രശേഖര സാറ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ സമ്മതം മൂളിയത്. ചന്ദ്രശേഖര സാറ് പറഞ്ഞു, അതുകൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ ഞാൻ സമ്മതം മൂളില്ലായിരുന്നു. കാര്യം ഞങ്ങൾ സമാധാനപരമായിട്ട് പോകുന്ന ശിവൻ്റെ അമ്പലമാണ്. എൻ്റെ അച്ഛൻ അതിന് സമീപത്താണ് സമാധിയായിട്ടുള്ളത്. അപ്പോൾ ഈ എന്താ പറയുക, ഇത്രയും ഞാൻ നല്ലൊരു വിഷമമാണ്. എനിക്കൊന്നും പറയാനായിട്ട് വാക്കുകളില്ല. ഞാൻ നല്ല ടയേർഡാണ് ഇപ്പോൾ. നെയ്യാറ്റിൻകരയിൽ മരിച്ച ഗോപൻ സ്വാമിയുടെ മക്കളടക്കം ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു.